ഗൂഗിളിൽ കൊച്ചു കുട്ടികൾ ഒന്ന് കൈ കൊണ്ടടിച്ചാൽ ഗൂഗിളിൽ കിടപ്പുണ്ട്. ദേശീയ ദുരന്തമാക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട്. അത് അങ്ങനെ പറ്റില്ല. കാരണം നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. പിന്നെ ദുരന്തവും സർക്കാരും ഒക്കെ നിൽക്കട്ടെ, നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അവിടെ ഇട്ടിട്ടുണ്ട് 10ാം ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ അങ്ങനെ പറ്റില്ല. കാരണം ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിന്റെ ആഘാതം ആളുകൾ എത്ര മരിച്ചെന്നോ എത്ര സ്ഥലം പോയോ എന്ന് വെച്ച് നിശ്ചയിക്കാൻ പറ്റില്ല. അത് അതിന് ശേഷം നടക്കുന്ന അസസ്മെന്റ് കമ്മിറ്റി വെച്ച് ആ അസസ്മെന്റ് അത് പോയി ഫീൽഡിൽ പോയി ഗ്രൗണ്ട് റിയാലിറ്റീസ് അസസ് ചെയ്ത് മാത്രമേ അതിൻ്റെ ഗ്രാവിറ്റി പറയാൻ പറ്റൂ. എന്നാലും നാഷണൽ ഡിസാസ്റ്ററായി പറയാൻ ഒരു വകുപ്പില്ല. പിന്നെ 10ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞെന്താണ്, നിങ്ങൾ ചെയ്യുന്നത് ഇൻറ്റൻസീവായ ഒരു ദുരന്തമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ നിങ്ങൾ അഡീഷണൽ അസിസ്റ്റൻസിനെ കുറിച്ച് ആലോചിക്കണം. ഇനി നമ്മൾ സംസ്ഥാന സർക്കാരുകൾ, അത് ചെന്നൈയിലെ സർക്കാരായാലും നമ്മുടെ സർക്കാരായാലും ഹിമാചൽ പ്രദേശിലെ സർക്കാരായാലും കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയും പാക്കേജുകൾ പ്രഖ്യാപിക്കാൻ. കേട്ടാ തോന്നും മധുരമനോഹരമായി പിറ്റേ ദിവസം തന്നെ 1000 കോടി 2000 കോടിയുടെ പാക്കേജ് ഇന്ന് തരുമെന്നാണ്. അങ്ങോട്ട് പ്രൊവിഷൻ ഇല്ല. ശരി, അത് ഒരു വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുക? ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടായി, ഇതിന് ശേഷം ഒരു അസസ്മെൻറ്റ് നടത്തും. ഒരു റാപ്പിഡ് അസസ്മെൻ്റ് എന്ന് പറയും. പെട്ടെന്നൊരു അസസ്മെൻറ്റ് നടത്തും, ഡീറ്റെയിൽഡ് വേറെ. റാപ്പിഡ് അസസ്മെൻറ്റ് നടത്തി ഓരോ വില്ലേജ് ഓഫീസർമാർ ഒരു കണക്ക് കൊടുക്കും. കൊട്ടക്കണക്കാണേ. അങ്ങനെ കണക്ക് കൊടുക്കുമ്പോൾ 500 കോടി 1000 കോടിയുടെ നഷ്ടം വേണം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ വേണം. ഇതങ്ങോട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അയക്കും. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കത്തുകൾ, ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഏത് ഗവൺമെൻറ് ആയാലും അവരെന്താ ചെയ്യുന്നത്? പ്ലാനിംഗ് കമ്മീഷനിലും നീതി ആയോഗിലും അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിന്ന് പരിശോധിച്ചതിന് ശേഷം പൈസ അനുവദിക്കുകയല്ല ചെയ്യുന്നത്. അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളോട് പറയും, നിങ്ങളുടെ പദ്ധതികളിൽ എത്ര ഇതിലേക്ക് വയ്ക്കാൻ പറ്റും. ഇന്ദിര ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, അല്ലെങ്കിൽ ലൈഫ് മിഷൻ, അല്ലെങ്കിൽ മറ്റേ നമ്മളെ ജലജീവ മിഷൻ, ഇതിലൊക്കെ ഉൾപ്പെടുത്തിയൊക്കെയാണ് അഡീഷണൽ പൈസ വരുന്നത്. തീർച്ചയായും. അല്ലാതെ ഈ പറയുന്ന പോലെ അവിടെ കുറച്ച് എവിടെയെങ്കിലും കുറച്ച് പൈസ സംസ്ഥാനത്തും വെച്ചിട്ടില്ല. കുറച്ച് പൈസ വെച്ചിരിക്കുന്നു, കുറച്ച് ആളുകൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നു, പൈസ ഇങ്ങോട്ട് വരുന്നു. ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒന്നുകിൽ അജ്ഞത, നമ്മുടെ അജ്ഞത, അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്നു. തീർച്ചയായും.